ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ലൈറ്റ് അൺബോക്സിംഗ് ആണ്. നമ്മൾ നേരത്തെ പൊട്ടിച്ച് നോക്കിയായിരുന്നു ഇതിൻ്റെ സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയാനായിട്ട്. നമ്മൾ വീണ്ടും സൈക്കിളിൽ ഒരു ലൈറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരു പോലീസിൻ്റെ ലൈറ്റായിട്ട്. നമ്മളിപ്പോൾ തന്നെ ഇതിലെ ഫസ്റ്റ് ലൈറ്റ് എടുത്തിട്ടുണ്ട്. ഇതാണ് ഗൈസ് നമ്മളിത് ഫ്രണ്ടിൽ വെക്കുന്ന ലൈറ്റാണ് ഗൈസ്. നമ്മുടെ ഫ്രണ്ടിൽ വെക്കുന്ന ലൈറ്റ് നോക്കാം. ഇതിനകത്ത് ഒരു കേബിൾ വരുന്നുണ്ട്. ഇത് ചാർജറാണ്. ഇതിൻ്റെ കേബിൾ വരുന്നുണ്ട്. കേബിൾ നമുക്ക് ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇത് കത്തിക്കാം. നമുക്കിങ്ങനെ കത്തിക്കാം, പിന്നെ ഇങ്ങനെ ആക്കാം, ഇങ്ങനെ ഓഫ് ആവും. 3 തരത്തിൽ കത്തിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ കത്തിക്കാം, ഇങ്ങനെ കത്തിക്കാം, പിന്നെ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് തിരിച്ചു വെക്കാം. ഇത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വരുന്നതാണ് ഗൈസ് ഈ സാധനമാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് ടയറ് വെക്കാനാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ സൈക്കിളിലെ ടയർ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇത് ഓടുമ്പോൾ, സൈക്കിളിലെ ടയർ ഓടുമ്പോൾ നമുക്കിത് ലൈറ്റ് എത്തും. നമുക്ക് വേണ്ടി ഇത് മാറ്റി വെക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ ഐറ്റം. ഇതിൻ്റെ കൊടുത്തൊരു കറുത്ത സാധനം കൂടെ വരുന്നുണ്ട്. ഇത് നമ്മൾ ഇതിൻ്റെ അടിയിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഇവിടെ ഇതിൻ്റെ ഇതും തന്നിട്ടുണ്ട്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. ഇത് പുതിയതായിട്ട് മേടിക്കുമ്പോൾ ഈ സാധനം നമ്മൾ തുറക്കണം. ഇതിനകത്ത് ഇങ്ങനത്തെ ഒരു പേപ്പർ കാണും. ഈ പേപ്പർ നമ്മൾ എടുത്ത് മാറ്റണം. ഇതിനകത്ത് വരുന്നത് 3 ബാറ്ററിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ബാറ്ററി തിരിച്ചിടാം. 3 ബാറ്ററി തിരിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഫിറ്റ് ചെയ്ത് നമ്മളിത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിങ്ങനെ വർക്ക് ചെയ്യുന്നതാണ്. അതിന് മുമ്പ് കണ്ടു ലൈറ്റ് എത്തുന്നുണ്ട്. നമുക്ക് ഒന്ന് ലൈറ്റ് ഓഫ് ആയിട്ട് കാണിച്ചു തരാം. ഇതാണ് സാധനം. നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വേണ്ടി ഈ ലൈറ്റ് കത്തിച്ച് ഇത്ര മതിയെങ്കിൽ ഗൈസ്, നമ്മളിത് വീണ്ടും ഊരിയിട്ട് അതിനെന്തോ സാധനം തെറിച്ച് വരുന്നുണ്ട്. അത് കുഴപ്പമില്ല, നമുക്ക് എടുത്ത് വെക്കാവുന്നുള്ളൂ. ഈ പേപ്പർ വീണ്ടും നമ്മൾ ആ ബാറ്ററി വെച്ചിട്ട്, ഇതിൻ്റെ ലൈറ്റാണ്. ഇത് നമ്മളിവിടെ ഘടിപ്പിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ, ലൈറ്റ് കത്തുന്നത്. ഈ പേപ്പർ നമ്മൾ ഇട്ടതിന് ശേഷം ഇത് വീണ്ടും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഇരുന്ന പോലെ തന്നെ അടച്ചങ്ങ് വെച്ചാൽ മതി ഗൈസ്. അപ്പോൾ ഇത് നമുക്ക് പഴയതുപോലെ തന്നെ ഇത് വീണ്ടും കവറിനകത്താക്കി നമുക്ക് വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. ഗൈസ്, അത് നമ്മൾ മാറ്റി വെക്കണം. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്നതാണ്, ഇത് നമുക്ക് സീറ്റിൻ്റെ പുറകിൽ വെക്കാം. ഇത് നമുക്ക് ഈ ലൈറ്റാണ് പിന്നെ വരുന്നത്. ഈ ലൈറ്റ് നമുക്ക് സീറ്റിൻ്റെ പുറകിൽ വെക്കാം. പിന്നെ നമ്മുടെ സൈക്കിളിൻ്റെ പുറകിൽ ഇത് നമ്മുടെ നമുക്ക് ആൾക്കാർ ഇരുത്തുന്നതിനകത്തും ഫിറ്റ് ചെയ്യാം. പിന്നെ ഇതിനോട് ഒരു റബ്ബറിൻ്റെ സാധനം വരുന്നുണ്ട്. ഇത് ഫിറ്റ് ചെയ്യാനുള്ള സാധനമാണ്. പിന്നെ ഒരു ചാർജബിൾ കേബിൾ വരുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇതിൻ്റെ ഈ ഹുക്കിൽ കൂടെ ഇതിട്ടതിന് ശേഷം പിന്നെ അതിൻ്റെ നമുക്ക് കയറ്റാനുള്ളിടത്തൂടെ ഇവിടെ കയറ്റി ഇങ്ങനെ ഹുക്ക് ചെയ്യാനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഇത് രണ്ടും തിരിച്ചിടാം. പിന്നെ അതിൻ്റെ അടുത്ത് ഇത് ഒരെണ്ണമല്ല ഗൈസ്, ഇതിൻ്റെ വേറെ ഒരെണ്ണം കൂടെ തന്നിട്ടുണ്ട് ഗൈസ്. വലുതും ചെറുതും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. നമുക്കപ്പോൾ ഈ ചാർജർ കേബിളൊക്കെ നമുക്ക് തിരിച്ചിടാം. പിന്നെ ഗൈസ് നമുക്കിവിടെ വരുന്നതാണ് നമ്മുടെ ലൈറ്റ്. ഇത് വേണ്ടി ഇവിടെയാണ് ചാർജ് ചെയ്യുന്നത്. ഇത് ഗൈസ്, ഇതിൻ്റെ ഈ പോർട്ട് ഇങ്ങനെ തുറക്കണം ഗൈസ്. ഇത് ഞാൻ അടച്ചിട്ടേക്കാണ്. ഇതെന്തെങ്കിലും കുഞ്ഞു സാധനം ഇട്ടിട്ട് ഇങ്ങനെ തുറന്നിട്ട് അവിടെ ഇങ്ങനെ കേബിൾ കുത്തി വെച്ചാൽ മതി. ഇത് വർക്ക് ചെയ്യുന്ന ഗൈസ്. വേണ്ടി ഇവിടെ ഒരു ലൈറ്റ്, ഇതൊരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ ഗൈസ് ഇങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ നമ്മളിവിടെ ഒരു ഇത് മാറിക്കൊണ്ടേയിരിക്കും. ഇതിന് 4 എണ്ണം ഉണ്ട്. ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരെണ്ണമുണ്ട്. പിന്നെ അത് ഇങ്ങനെ കത്തുന്ന ഒരെണ്ണമുണ്ട്. പിന്നെ ഇങ്ങനെ കത്തുന്ന ഒരെണ്ണമുണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കുന്ന ഒരെണ്ണം. പിന്നെ നമ്മൾ ഒന്നുകൂടെ ഞാൻ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓൺ ചെയ്തു. ഒന്നുകൂടെ ഞാൻ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് ഓഫ് ആവും. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്കിത് വാങ്ങാൻ കിട്ടും. അപ്പോൾ ബൈ.